വെൽക്കം ടു ദ എക്സൈറ്റിംഗ് വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ മക്കളെ, നമുക്ക് ഇന്നൊരു നോട്ടീസ് എഴുതാൻ പഠിക്കാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ്ലി നിങ്ങളോട് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നോട്ടീസ് നന്നായിട്ട് എങ്ങനെ എഴുതി നല്ല മാർക്ക് വാങ്ങാം എന്ന് ഈ ഒരു വീഡിയോയോടുകൂടി പഠിച്ചാലോ? ഓക്കെ മക്കളെ, നമുക്ക് നോട്ടീസ് കൈ കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പരിപാടിയെ കുറിച്ചാണെങ്കിൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും വളരെ ബ്രീഫായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരെണ്ണം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിപാടി എവിടെയാണ് നടക്കുന്നത്, എന്നാണ് നടക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നത്, തുടങ്ങി ആരൊക്കെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ ക്രിസ്പായിട്ട് ബ്രീഫായിട്ട് നമുക്ക് മൊത്തത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. അതേ കോൺസെപ്റ്റിൽ വേണം നമ്മളൊരു നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ബേസിക് റൂളുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ വേണ്ടത് നല്ലൊരു ഷോർട്ട് ആൻഡ് ക്ലിയർ ഹെഡിങ്. നമ്മൾ എന്തായാലും ഒരു പരിപാടി ആയിരിക്കില്ലേ നടത്തുക. ചിലപ്പം അത് സ്കൂളിൻ്റെ പരിപാടി ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ അമ്പല കമ്മിറ്റിയുടെ ആയിരിക്കും. അപ്പോൾ പല കാര്യങ്ങൾക്ക് നോട്ടീസ് അടിക്കും. അപ്പം അതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നല്ലൊരു ക്ലിയർ ആൻഡ് ഷോർട്ട് ഹെഡിങ് ഉണ്ടാവണം. റൈറ്റ് ദ ഡേറ്റ് ബിലോ ഇറ്റ്, ഏറ്റവും താഴെയായിട്ട് ഡേറ്റ് വെക്കണം. റൈറ്റ് ഹൂ ഇസ് റൈറ്റിംഗ് ദ നോട്ടീസ്, ആരാണ് നോട്ടീസ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് അടിയിൽ എഴുതി വെക്കണം. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കണം. പിന്നെയോ കോണ്ടൻറ്റ്, അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ടെക്സ്റ്റ് എങ്ങനെയായിരിക്കണം. റൈറ്റ് ദ പേർപ്പസ് ഓഫ് ദ നോട്ടീസ്, നമ്മൾ ഒരു പരിപാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ നോട്ടീസ് തയ്യാറാക്കുന്നത്. സോ ആ കാര്യം നല്ല വ്യക്തമായിട്ട് നമ്മൾ നോട്ടീസിൽ ഉൾപ്പെടുത്തണം. ഗിവ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്, ടൈം, ഡേറ്റ്, പ്ലേസ്. ഈ 3 കാര്യങ്ങൾ നമ്മളിത് എങ്ങനെ വേണം TDP എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ PTD എന്നോ എന്ത് വേണേലും ആയിക്കോട്ടെ. ഓക്കെ, ടൈം, ഡേറ്റ്, പ്ലേസ്, സമയം, തീയതി, സ്ഥലം, ഈ 3 കാര്യങ്ങളും നോട്ടീസിൽ വേണം. പിന്നെ കീപ് ദ മെസ്സേജ് ഷോർട്ട് ആൻഡ് ക്ലിയർ. നോട്ടീസ് കിട്ടുന്ന ആൾക്ക് കുറേ നേരം ഇത് നോവൽ പോലെ വായിച്ചിരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അയാൾക്കത് പെട്ടെന്ന് വായിക്കേണ്ടി വരും. സോ എന്താണ്, പെട്ടെന്ന് തന്നെ നമ്മൾ ഐഡിയ ഈസി ആയിട്ട് അയാളുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമുക്ക് എളുപ്പമാണ്, അധികം ഒന്നും പരീക്ഷയ്ക്ക് കുറേ കുത്തിയിരുന്ന് എഴുതണ്ട. എന്താണ്, ആവശ്യമുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ലാംഗ്വേജ്, യൂസ് സിമ്പിൾ ആൻഡ് ഫോർമൽ ലാംഗ്വേജ്. ഓക്കെ, നിങ്ങൾ വലിയ ഫ്ലവറി ലാംഗ്വേജ് ഒന്നും ഉപയോഗിക്കേണ്ടെന്നേ. സാധാരണക്കാർക്ക് മനസ്സിലാവാനല്ലേ നമ്മൾ നോട്ടീസ് അടിക്കുന്നത്. അപ്പം എല്ലാവരും നമ്മളെപ്പോലെ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. സോ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഡു നോട്ട് യൂസ് ലോങ് സെൻറ്റൻസസ്, വലിയ നെടുനീളൻ സെൻറ്റൻസുകളൊന്നും ആവശ്യമില്ല. വളരെ ക്രിസ്പായിട്ട് എഴുതുക. നോ അൺനെസസറി ഡീറ്റെയിൽസ്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തരികയാണ്, നോക്കിക്കോ. സെലിബ്രേഷൻ ഓഫ് ദ വേൾഡ് ബ്രെയിലി ഡേ. കേട്ടിട്ടുണ്ടാവും ബ്രെയിലിനെയൊക്കെ കുറിച്ച്. യെസ്, യുവർ സ്കൂൾ ഇസ് സെലിബ്രേറ്റിംഗ് വേൾഡ് ബ്രെയിലി ഡേ ആൻഡ് ഓർഗനൈസിംഗ് എ സെമിനാർ ടു പ്രൊമോട്ട് അവെയർനെസ്, ബോധവൽക്കരണം അബൌട്ട് ഇൻക്ലൂസീവ് ലേണിംഗ്. എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള പഠനത്തിനെ കുറിച്ചിട്ട് പ്രിപ്പയർ നോട്ടീസ്, അതിനുവേണ്ടി ഒരു നോട്ടീസ് തയ്യാറാക്കുക. ഇൻഫോമിംഗ് ദ സ്റ്റുഡൻസ് അബൌട്ട് ദ ഇവൻറ്റ്, ഇപ്പം ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്നുള്ളത് കുട്ടികളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുക. ഇൻക്ലൂഡിംഗ് പ്രോഗ്രാംസ് പ്ലാൻ, എന്തൊക്കെ പരിപാടികളാണ് നമ്മൾ നടത്താൻ പോകുന്നത് എന്നുള്ളത് എഴുതുക. ഡേറ്റ്, ടൈം ആൻഡ് വെന്യൂ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു നോട്ടീസ് തയ്യാറാക്കിയാൽ അതെങ്ങനെ ഉണ്ടാവും, അതിങ്ങനെ ഉണ്ടാകും. കണ്ടോ, ആദ്യം തന്നെ നമ്മൾ വേണ്ടത് ഒരു വലിയ ബോക്സ് വരയ്ക്കുക. എന്നിട്ട് ഈ ബോക്സിനകത്ത് വേണം നമ്മൾ എഴുതാൻ. ഈ ബോക്സിനകത്താണ് നമ്മുടെ മാർക്കിനുള്ള സാധനം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ബോക്സ് വരച്ചു. നോക്കിയേ, സെലിബ്രേഷൻ ഓഫ് വേൾഡ് ബ്രെയിലി ഡേ, GHSS വീരപ്പഞ്ചേരി. ഓക്കെ, നമ്മൾ വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഹെഡിങ് കൊടുത്തു. പിന്നെയോ ഏത് സ്കൂളാണ് പരിപാടി നടക്കുന്നതെന്നും അതിൻ്റെ താഴെ തന്നെ വലുതാക്കി തന്നെ എഴുതി. പിന്നെ നമ്മൾ ആൾക്കാർക്കുള്ള കണ്ടൻറ്റ് കൊടുക്കുകയാണ്. നോക്കിയോ, ഡിയർ ഫ്രണ്ട്സ്, കൂട്ടുകാരെ, വി ആർ എക്സൈറ്റഡ് ടു ഇൻവൈറ്റ് യു ടു ദ സ്പെഷ്യൽ പ്രോഗ്രാം ഓൺ വേൾഡ് ബ്രെയിലി ഡേ. വേൾഡ് ബ്രെയിലി ഡേയുടെ അന്ന് നടത്തുന്ന പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡോടുകൂടി, സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പം പരിപാടിയിലേക്ക് നമുക്ക് ക്ഷണം കിട്ടിക്കഴിഞ്ഞു. ഇനി പരിപാടി എന്നാണ് നടക്കുന്നത്? യെസ്, ഡേറ്റ് കൊടുക്കണം. ഡേറ്റ് എന്നാ കൊടുക്കുന്നത്? 10 November 2025. എവിടെ വെച്ചാൽ പരിപാടി നടക്കുന്നത്? വെന്യൂ ന്യൂ ബ്ലോക്ക് ഹാൾ, അവിടെയാണ് പരിപാടി നടക്കുന്നത്. സമയം രാവിലെ 11 AM, 11 മണിക്ക് പരിപാടി നടക്കുന്നു. ഓക്കെ, അതിന് കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടെ ആഡ് ചെയ്യണം. നോക്കിക്കോ, അഡീഷണൽ ആണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, നെസസറി ആയിട്ട് നമ്മൾ ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. വി ആർ ഹാപ്പി ടു വെൽക്കം ഡോക്ടർ രേഖ IAS. നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? ഡോക്ടർ രേഖ IASനെയാണ് ആസ് അവർ ചീഫ് ഗസ്റ്റ്, നമ്മുടെ മുഖ്യ അതിഥി. ആസ് പാർട്ട് ഓഫ് ദ ഇവൻറ്റ്, ഈ ഇവൻറ്റിൻ്റെ ഭാഗമായി ഹെൽപ്പ് ക്ലബ് ഇസ് ഓർഗനൈസിങ് എ സെമിനാർ. ഹെൽപ്പ് ക്ലബ്ബ്, നമ്മുടെ സ്കൂളിലെ ഹെൽപ്പ് ക്ലബ്ബ് എന്താണ്, ഒരു സെമിനാർ നടത്തുന്നുണ്ട്. പ്രൊമോട്ട് അവെയർനെസ് അബൌട്ട് ദ ഇൻക്ലൂസീവ് ലേണിംഗ്, ഇൻക്ലൂസീവ് ലേണിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു സെമിനാർ നടത്തുന്നു. അതും കൂടെ ഉൾപ്പെടുത്തുക. പിന്നെ വാം റിഗാർഡ്സ്, കൺവീനർ, ഹെൽപ്പ് ക്ലബ്. ആരാണ് നോട്ടീസ് തയ്യാറാക്കിയത് എന്ന് നമ്മൾ എഴുതണം അല്ലേ? അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തുക. വാം റിഗാർഡ്സ്, കൺവീനർ, ഹെൽപ്പ് ക്ലബ്. പിന്നെയോ കം ജോയിൻ അസ് ഓൺ ദ ഒക്കേഷൻ, ആ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം ചേരുക എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യുക. ആൻഡ് ഡേറ്റ്, എന്നാണ് നമ്മൾ അച്ചടിച്ചിരിക്കുന്നത് 1/11/2025. ഇത്രയും കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് മുഴുവൻ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോർമാറ്റും പാറ്റേണൊക്കെ മനസ്സിലായല്ലോ. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിരന്തരം കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി കുറേ ക്വസ്റ്റ്യൻസും എക്സാമ്പിളൊക്കെ ആയിട്ട് സാറ് വരുന്നുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് തയ്യാറായി നിൽക്കുക. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പൂർണ്ണ സജ്ജമായി നിൽക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.